CA നിയമത്തിനെതിരെ ക്ഷേത്രങ്ങളിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇതിലൊക്കെ തന്നെ വ്യത്യസ്തമായ നിലപാടാണ് രഞ്ജിനി ഹരിദാസിനുള്ളത്. ഓ, രാജകുമാരി ഇവിടെ ഉണ്ടായിരുന്നു. നാട്ടിലുള്ള മുഴുവൻ നുണകളുടെയും കെട്ടഴിക്കാൻ പുറപ്പെട്ടതായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ രഞ്ജിനി CA എന്താന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. ആ ഇന്റർവ്യൂവിൽ തന്നെ രഞ്ജിനി പറയുന്നുണ്ട്, ഒരു ഗ്രൂപ്പിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നിട്ട് അതിന്റെ ഒരു ഇതിൽ പോയി, അല്ലാണ്ട് ആരും പ്രത്യേകം ക്ഷണിച്ചു പോയതൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. കാള പറ്റുമെന്ന് കേട്ടാൽ ഉടൻ തന്നെ ഞാൻ എക്സാക്ട്ലി രഞ്ജിനി ഹെർസെൽഫ് സെഡ്, ഞാൻ അങ്ങനെ ഒരു വാട്സാപ്പ് ഇതിൽ കണ്ടു, അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോയി എന്ന് പറയുന്നല്ലാണ്ട് അതിന്റെ ഇൻസൈഡിൽ എന്താ നടക്കുന്നത് ആ നിയമത്തിന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ എനിക്ക് പലപ്പോഴും രഞ്ജിനിയെ കുറിച്ച് തോന്നാറുള്ളൊരു കാര്യം എടുത്തുചാട്ടക്കാരിയാണ്. ചിലപ്പോ പാവവും തോന്നും, പക്ഷെ മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്ന സ്വഭാവമുണ്ടേ, അതാ കുഴപ്പം. കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാണ്ട് മനസ്സിലാക്കാണ്ട് ഒരു കൂട്ടത്തിലൊരു മോബില് കയറി അങ്ങ് പോകും. ചുരുക്കി പറഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ? നിങ്ങളെപ്പോലുള്ളവർക്ക് നല്ല ഡിമാൻഡുള്ള സമയമായിപ്പോ. അപ്പൊ ഈ CAനെ കുറിച്ച് ആക്ച്വലി ഞാൻ ആ ഒരു ഗെറ്റ് ടുഗെദറിന്, ആ ഒരു കൂട്ടായ്മയ്ക്ക് പോയത് ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്ററിന്റെ ബേസിസിലാണ്, വാട്സാപ്പ് ഗ്രൂപ്പ് അല്ല. വാട്ട് മാത്തമാറ്റിക്സ് രണ്ടും കണക്ക് തന്നെ. ആൻഡ് അതിന് ഞാൻ പോകാൻ കാരണം കുറച്ച് നാളായിട്ട് എനിക്ക് അറിയാവുന്ന ഇതിനെ പൊളിറ്റിക്സിനെ കുറിച്ചും ഒക്കെ അറിയാവുന്ന എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ചുമ്മാ അല്ല, ഗുണം പിടിക്കാത്തത്. അവരുടെ അടുത്ത് സംസാരിച്ച് അമെൻമെന്റ് വായിച്ച് ഇതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്ന, എൻ്റെ ഭാഷാ പരിമിതികൾക്കുള്ളിൽ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ തന്നെ എടുത്ത തീരുമാനത്തിന്റെ ബേസിസിലാണ് പോയത്. എന്നിട്ട് എന്തായി? കണ്ടുപിടിച്ചു. എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എല്ലാം കണ്ടുപിടിച്ചു. രഞ്ജിനി പറയുന്നുണ്ട്, രഞ്ജിനിയുടെ സുഹൃത്തുക്കളുമായി ഡിസ്കസ് ചെയ്യുന്നു. ആ സുഹൃത്തുക്കളെ ഏത് തരത്തിലുള്ള സുഹൃത്തുക്കളായും നമുക്ക് ഇവിടെ പറയുന്നില്ല. അവര് ആന്റി CA ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. നീയൊക്കെ വാലാട്ടുന്നത് അവന്മാർക്ക് വേണ്ടി തന്നെയാ. അതുകൊണ്ടായിരിക്കാം അവരുടെ അഭിപ്രായങ്ങളിൽ രഞ്ജിനി വിശ്വസിച്ച് രഞ്ജിനി അതിനെ കുറിച്ച് മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നത്. രഞ്ജിനി, when I saw your interview, അപ്പോൾ അതിൽ രഞ്ജിനി പറയുന്നുണ്ട് എന്തുകൊണ്ടൊരു പ്രത്യേക മതവിഭാഗം അങ്ങനെ മാറ്റി നിർത്തിയേക്കുന്നു പറയുന്നുണ്ട്. വെറുതെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിൽക്കില്ലേ? എന്റെ സ്വഭാവം അങ്ങനെയാ. പക്ഷെ ആ മതവിഭാഗക്കാരെ നമ്മൾ മാറ്റി നിർത്തിയല്ല ചെയ്യുന്നത്. ഒരു രാജ്യത്ത് മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന ആളുകളെ ഇങ്ങോട്ടേക്ക് വരുവാനായിട്ട്, അത് കാരണം അവർക്ക് എവിടെയെങ്കിലും ഒരു അസൈലം കൊടുക്കണ്ടേ. നമ്മൾ ആ രാജ്യങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പെർസെന്റേജിൽ നിന്നും അവർ നാമാവശേഷമായി 1% മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേതായാലും നന്നായി. ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു, പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ഹവ് സീൻ ഇറ്റ് വിത്ത് മൈ ഓൺ ഐസ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ത്യ പോലൊരു രാജ്യത്തേക്ക് അല്ലാണ്ട് വേറെ എങ്ങോട്ടേക്ക്, കാരണം ഇന്ത്യ അടുത്താണ്, അവർക്ക് വേറെ എങ്ങോട്ടേക്കെങ്കിലും അമേരിക്കയ്ക്ക് പോയിക്കൂടെയും ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓസ്ട്രേലിയക്ക് പോയിക്കൂടെ എന്ന്. അങ്ങനെയല്ല, തൊട്ട് നെയ്ബറിംഗ് ബോർഡറായിട്ട് കിടക്കുന്ന രാജ്യത്തിലേക്ക് വരാനാണ്. ഒരു മതവിഭാഗം എന്ന് രഞ്ജിൻ പറഞ്ഞത് തെറ്റാണ്. കാരണം ആ രാജ്യങ്ങളിൽ ആ മതവിഭാഗത്തിന് മാത്രമേ സ്റ്റാറ്റസ് ഉള്ളൂ. പക്ഷെ അഹമ്മദിയാസ്, ബലോച്ചീസ്, ഷിയാസ്, സുന്നീസ് അവരൊക്കെ അവിടെയും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് മാം. അഹമ്മദിയാസ്, ബലോച്ചീസ്, ഷിയാസ്, സുന്നീസ് അവരൊക്കെ അവിടെയും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് മാം. അത് ശരി. അപ്പൊ ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പ് അല്ലേ? അപ്പം ഞാൻ ആ പോയിന്റിലേക്ക് വരാം. ഇപ്പൊ ആന്റി CAA and whatever you said, obviously മാം പറഞ്ഞ എല്ലാ പോയിന്റ്സും അബ്സല്യൂട്ട്ലി വാലിഡ് ആണ്. പിന്നെന്താ പ്രശ്നം? ഓക്കെ, അതിലൊരു നെഗറ്റീവ് പോയിന്റ് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ വളരെ 37 വയസ്സുകാരിയുടെ അറിവിലുള്ള മാത്രമുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് സംസാരിച്ച് ഇതൊക്കെ വായിച്ച് കുറെ ഇൻഫർമേഷൻ നമുക്ക് ഇപ്പൊ ഓൺലൈൻ ഉണ്ടല്ലോ. വായിച്ചതിൽ നിന്നും എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം, ഇത്രയും പ്രശ്നം ഈ ഇന്ത്യയിൽ വരാൻ കാരണം കുറച്ച് ആൾക്കാർ അതിൽ നിന്നും വിട്ടതുകൊണ്ടാണ്. ഒരു വിഭാഗക്കാരെ അതിൽ നിന്നും, കുറച്ച് വിഭാഗക്കാരെ, ഒരു വിഭാഗം എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറിയ മൈനോറിറ്റീസ് ഉണ്ടാവും ഇനിയും, അതിൽ നിന്നും മാറ്റി നിർത്തിയത് കൊണ്ടാണ്. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പൊ ഞാൻ പറയുന്നത്, എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വിഭാഗക്കാരെ, മുസ്ലിംസ് എന്ന് ഞാനിപ്പോൾ എടുത്ത് പറയാം, ഈ മുസ്ലിം വിഭാഗക്കാരെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ട് ഇത്രയും പ്രശ്നം അതിൽ വന്നത് അതുകൊണ്ടല്ലേ? ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? അവരെ ഇൻക്ലൂഡ് ചെയ്തെങ്കിൽ എന്തായിരുന്നു പ്രശ്നം? ടെൽ മീ ദ പ്രോബ്ലം. എന്തിനാണ്ടതൊക്കെ അന്വേഷിച്ചെടുക്കണേ? അതിന് വേറെ അല്ല ഇവിടെ പറയാം. അത് നമ്മൾ ഇന്ത്യ എന്ന് പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഇപ്പൊ അന്ന് രഞ്ജിനി തന്നെ അതിൽ പറയുന്നുണ്ട്, ആസ് ഇറ്റ് ഈസ് നമ്മൾ വളരെ ഓവർ പോപ്പുലേറ്റഡ് കൺട്രിയാണ്, നമുക്ക് എല്ലാവർക്കും ജോലി പറയുന്നുണ്ട്. അപ്പോൾ ഒരു മുസ്ലിം പോപ്പുലേഷൻ കൂടുതലൊരു കൺട്രിയിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ദേ ആർ സപ്പോസ് ടു ബി വെൽ പ്ലേസ്ഡ് ഇൻ ദാറ്റ് കൺട്രി അല്ലേ? അല്ലല്ല, ഞാൻ നമുക്കിപ്പോ
അങ്ങനെയെങ്കിൽ അങ്ങനെ. കൂടുതൽ വിശേഷം നീ പറയണ്ട. ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് അവർക്ക് അഭയാർത്ഥികളായിട്ട് വന്ന് അപ്പൊ മാഡം പറയുന്നത് കുറച്ച് വിഭാഗക്കാരെ കൊണ്ടുവരുന്നത് കുഴപ്പമില്ല, ബിക്കോസ് അവർ അസൈലം സീക്കർ ആണ്, അവർ ആ രാജ്യത്തൊരു മൈനോറിറ്റി ആണ്. സംശയം എന്തിരിക്കുന്നു? ഡെഫിനറ്റ്ലി There are other minorities. ഇല്ല, അത് മുസ്ലിംസ് നമുക്ക് പറയാൻ പറ്റില്ല. മുസ്ലിംസിലെ ഷിയെ ഞങ്ങൾ കൊണ്ടുവരാം, സുന്നിയെ ഞങ്ങൾ കൊണ്ടുവരാം, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് ആഗ്രഹമുണ്ട്. തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുന്നുള്ളത് ഞങ്ങൾക്കറിയാം. ആ പരിപ്പ് ഇവിടെ വേഗം പോകുന്നില്ല. നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഞാൻ പറയുന്നത് ആരുടെയും പറയരുത്, എല്ലാം മെജോറിറ്റി ആയിട്ട് ഒരു കൺട്രിയിൽ നിൽക്കുമ്പോൾ അല്ല, അവർ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല. മാഡം ഇപ്പൊ മാം പറയുന്നതിൽ ഡിഫറൻസ് ഉണ്ട്. മാം പറയുന്നത് ഇത്രയും പേരെ മാത്രം കൊണ്ടുവന്നാൽ മതി, അവരെ കൊണ്ടുവരരുത്. അത് നീ തള്ളക്ക് എന്താ ചെയ്തോ? വെളുപ്പിനാവുമ്പോ ഇറങ്ങിക്കോളൂ, ഉപദേശിക്കാനും ശാസിക്കാനും ഒക്കെ. അതിന് ചെലവൊന്നുമില്ലല്ലോ. ഒക്കെ ഒരു ജാതി അലവലാദികളാ, നീ അത് കാര്യാക്കണ്ട. മൈനോറിറ്റി ഇൻ ദ കൺട്രി, ആ കൺട്രിയിൽ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ അത് നമുക്ക് പറയാം. They belong to that particular region. അതിന്റെ സബ്സെക്ട് എടുത്ത് നമുക്ക് പറയാൻ Why പറ്റില്ല. not? അഹമ്മദിയാസ്, ബലോച്ചീസ്, ഷിയാസ്, സുന്നീസ് അവരൊക്കെ അവിടെയും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് മാം. അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അയാള് പറഞ്ഞത് സുന്നികൾ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് അവിടെ ഷിയാക്കൾ ന്യൂനപക്ഷമാണ്. സുന്നികൾ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് അവിടെ ഷിയാക്കൾ ന്യൂനപക്ഷമാണ്. അഹമ്മദിയാസ്, ബലോച്ചീസ്, ഷിയാസ്, സുന്നീസ് അവരൊക്കെ അവിടെയും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് മാം. നമ്മൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നു അല്ലേ? കൊള്ളാം. ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. ആ ന്യൂനപക്ഷ വിഭാഗക്കാരായിട്ടുള്ള ആളുകൾ ആ രാജ്യത്ത് നിന്ന് അഭയാർത്ഥികളായി ഇന്ത്യയിലെത്തിയാൽ അവർ മുസ്ലിങ്ങൾ ആയതുകൊണ്ട് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്നതിന് വരുമ്പോൾ മതപീഡനമേ വരുന്നുള്ളൂ. ന്യൂനപക്ഷമല്ല. പാകിസ്ഥാനിലെ ന്യൂനപക്ഷം ഏതാണ്? ഞാനും അത് തന്നെയാ ചോദിക്കുന്നത്. പറ. അത് ഉത്തരം പറ. അവിടെ ഷിയാക്കൾ ന്യൂനപക്ഷമാണ്. ഓരോ ഉടായ്പായിട്ട് ഇറങ്ങിക്കോളൂ. പാകിസ്ഥാനിലെ ന്യൂനപക്ഷം ഏതാ? പാകിസ്ഥാനിലെ ന്യൂനപക്ഷം ഹിന്ദുക്കളും സിഖുകാരുമാണോ അതോ ഷിയകളാണോ? അതൊക്കെ എന്തിനാ ഇവിടെ പറയണത്? ഉരുളണ്ട. അത് പുതിയൊരു അറിവാണല്ലോ സാർ. അല്ല, റിലീജിയസ് മൈനോറിറ്റി അല്ല ഷിയാസ്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. താങ്കളുടെ കൂടി മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയരുത്. ഒരു ശീലം ചെയ്യുമ്പോ അതിനെ റിലീജിയസ് മൈനോറിറ്റി, സെനറ്ററി മൈനോറിറ്റി എന്ന് പറഞ്ഞു. മൈനോറിറ്റി എന്താണ് ബുദ്ധി? ഈ തല വെളി കാണിച്ച് അടക്കല്ലേ പണ്ടാരെ. അങ്ങനെ പറയല്ലേ ശ്രീ അസ്കർ, അങ്ങനെ പറയല്ലേ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ മൈനോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ പലരെയും കിട്ടും. ഈ വിവരദോഷോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മള് ഒരു സെക്കൻഡ് മഹാരാഷ്ട്രയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാഗാലാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഹിന്ദുക്കൾ മൈനോറിറ്റി ആയിരിക്കും. കൂടുതൽ മറ്റുള്ള ആൾക്കാരാണ് ഉള്ളതെങ്കിൽ, ക്രിസ്ത്യൻസ് ആണ് അവിടെ കൂടുതലുണ്ടെങ്കിൽ, ഗോവയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹിന്ദുക്കൾ മൈനോറിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞ് മൈനോറിറ്റി റൈറ്റ്സ് എല്ലാം നിങ്ങൾ ഹിന്ദുക്കൾക്ക് കൊടുക്കുമോ? വെറുതെ എന്തൊക്കെ അസംബന്ധമാണ് ഇതിന്റെ പേരിൽ പറയുന്നത്. റിലീജിയസ് മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒന്നേ ഉള്ളൂ. അത് സംസ്ഥാനം അനുസരിച്ചല്ല, സെക്ട് നോക്കിയിട്ടല്ല. പാകിസ്ഥാനിൽ അംഗീകൃതമായിട്ടുള്ള റിലീജിയസ് മൈനോറിറ്റിയിൽ ഹിന്ദുക്കളും സിഖുകാരുമുണ്ട്. ഷിയാകൾ എന്ന് പറയുന്നത് അവിടുത്തെ ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് അവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. താങ്കൾ എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്? അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്നവരെയാണ് നമുക്കറിയില്ല. അത് മുസ്ലിം കൺട്രിയില് മുസ്ലിംസിനെ അവർ പെർസിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ലേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. Then what are they doing there? They should take up the matter with the International Justice Court or UN, not with India. ഇന്ത്യ ഒരു സൈഡിൽ നിന്നും ഞങ്ങൾ എന്തായാലും നിങ്ങളെ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന കുറച്ച് വിഭാഗക്കാരെ ഞങ്ങൾ എടുത്തോളാം, മറ്റു വിഭാഗക്കാരെ വേറെ ആൾക്കാർ. അവനവന്റെ കാര്യം നോക്കിയാൽ മതി. നീ എന്താ പാകിസ്ഥാന്റെ ആളാ? വക്കാലത്തോര് വന്നിരിക്കുക. മൈനോറിറ്റി എന്ന് പറയുന്ന രഞ്ജിനി, അതിനെ നിങ്ങൾ വളച്ചൊടിക്കരുത്. മൈനോറിറ്റി മാം, അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മറ്റതും പറയാൻ പറ്റത്തില്ല മാം. എടീ വിവരം കെട്ടവളെ, നിർഗുണ പരബ്രഹ്മമേ. നമ്മൾ 12%, 15% ഉണ്ടായിരുന്ന ആളുകൾ ഹിന്ദുക്കൾ അവിടെ 1% മാറിയിരിക്കുമ്പോൾ അവരവിടെ പെർസിക്യൂട്ട് ചെയ്യാന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാലോ. അയ്യോ,
ആര് പറഞ്ഞു ഫാൾസ് ഇൻഫർമേഷൻ? എന്തിനാടാ കിടന്ന് ഉരുളുന്നത്? ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞേ. എത്ര ഷിയ എത്ര How can സുന്നി you നമ്മൾ divide അറിയുന്നില്ലല്ലോ. അതിന് സംശയമില്ല. ഇപ്പം നമ്മൾ അതിലേക്ക് ഒരുപാട് പോകണ്ട, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് ഇതേ വേദിയിൽ. അതെ. പക്ഷെ അപ്പോഴും ഒരു ഒറ്റ ചോദ്യമേ ബാക്കി നിൽക്കുന്നുള്ളൂ. ഒന്നുമില്ലോ, ഈനാം പേച്ചിക്ക് കൂട്ട മരപ്പട്ടി. ചോദിക്കാൻ എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. ഈ അഹമ്മദിയാസിന്റെ പള്ളികളിൽ നിരന്തരം സ്ഫോടനങ്ങൾ ഉണ്ടാവുന്നതും അവർ കൊല ചെയ്യപ്പെടുന്നതും ഒക്കെ നമ്മുടെ മുമ്പിലില്ലേ? അതുകൊണ്ട് അതൊക്കെ എന്റെ കുറ്റാ. അല്ല, അത് ആ രാജ്യം സോൾവ് ചെയ്യേണ്ട ഇഷ്യൂ ആണ്. സ്വന്തം കാലിൽ ജീവിച്ച് കാണിക്കാന്ന് വെല്ലുവിളിച്ച് ഒരിക്കൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ? ഗതി മുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രമൊന്നുമല്ല. നമ്മളിപ്പോ ഈ നമ്മളുടെ ഡിവിഷന്റെ നമ്മളുടെ വിഭജനം നടക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള മൈനോറിറ്റീസിനെ, അതായത് പാകിസ്ഥാനിലും ഈസ്റ്റ് അത് ലിയാഖത്ത് നെഹ്റു പാകിസ്ഥാനിലും പ്ലാനല്ലേ? അത് തന്നെ. അപ്പൊ പക്ഷെ അഫ്ഗാനിസ്ഥാനുമായിട്ട് നമുക്ക് അങ്ങനെ കരാറില്ലല്ലോ. നീ വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ഇല്ല, പക്ഷെ അവിടെയും ധാരാളം നമ്മളുടെ മൈനോറിറ്റി അല്ല, അവിടെ ഈ പ്ലാൻ ഇല്ലല്ലോ. ബുദ്ധിസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ. അല്ല, ലിയാഖത്ത് ലീഗൽ പ്ലാൻ അഫ്ഗാനിസ്ഥാനിൽ എന്തുകൊണ്ട് ഈ 3 രാജ്യങ്ങൾ മാത്രം? തനിക്ക് എന്തൊക്കെ അറിയണം? കൗതുക ലേശം കൂടുതലാണ്. അതപ്പോ നമ്മളുടെ Why these three? നമ്മളുടെ വിഭജന സമയത്ത് ഉണ്ടായിരുന്നത് വെച്ചാണ് പറയുന്നത്. നമ്മൾക്ക് ബുദ്ധിസ്റ്റുകൾക്ക് മെയിൻ ആയിട്ട് നമ്മളെല്ലാരും കണ്ടതാണല്ലോ, ബുദ്ധിസ്റ്റ് ടെമ്പിൾസുകള് അഫ്ഗാനിസ്ഥാനിൽ പൊട്ടിച്ച് കളയുന്നൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. അതിലൊന്നും ആർക്കും ഒരു വിഷമമില്ല. അപ്പൊ അങ്ങനെയുള്ള മൈനോറിറ്റീസിനെ നമ്മുടെ അപ്പൊ ഒരു സെലക്റ്റീവ് ആയി പോയി. അതാണ് എന്റെ പ്രശ്നം. പോടേ